Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് ഡിമാൻഡ് ചോദന നിയമം വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ചോദന നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാം. മറ്റൊന്നിനും മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചോദനവും അതിൻ്റെ വിലയും വിപരീത ദിശയിലായിരിക്കും. Other things remaining and same. The quantity demanded of a commodity and its price varies inversely. There will be an opposite relationship between the price and the quantity of demand. Or we can say there is a negative relationship between the quantity demanded and the price of that commodity. So നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ലോ ഓഫ് ഡിമാൻഡിനെ കണ്ടു. ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമ്മൾ ചോദന വക്രം വരച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിനെയാണ്. അതായത് this is x axis, y axis, and we note price in y axis, on y axis, and quantity demanded on x axis. And if we draw an imaginary demand curve, it will be like this. ഒരു ചോദന വക്രം നമ്മൾ വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. And this is demand curve. So we call this DD as the demand curve. And you know the direction of the demand curve. Demand curve slopes downwards. ചോദന വക്രം ഇടത്തു നിന്ന് വലത്തോട്ട് താഴോട്ട് ചെരിഞ്ഞു പോവുകയാണ്. സ്ലോപ്സ് ഡൗൺവേർഡ്സ്. എന്തുകൊണ്ടാണ് ഈ ചോദന വക്രം താഴോട്ട് ചെരിഞ്ഞിറങ്ങുന്നത്? Why does this demand curve slopes downwards from left to right? ചോദന വക്രത്തിന് ഇങ്ങനെ ഒരു ദിശ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? So we are going to explain the reason behind the downward sloping of the demand curve. So ചോദന വക്രം കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഉപഭോക്താവ് ചോദനം ചെയ്യുന്നു. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഉപഭോക്താവ് ചോദനം ചെയ്യുന്നു. കൂടുതൽ വിലയ്ക്ക് കുറഞ്ഞ അളവിലുള്ള വസ്തുക്കൾ മാത്രമേ ഉപഭോക്താവ് ചോദനം ചെയ്യുകയുള്ളൂ. So that is law of demand. Consumer demands more when price is low, and consumer demands less when price is high. So that is the law of demand. ഈ law of demand പ്രകാരം ഡിമാൻഡ് വക്രം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് ചോദന വക്രം ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അഥവാ താഴോട്ട് ചെരിഞ്ഞിറങ്ങുന്നത് എന്നാണ് നമ്മൾ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. So we can explain this downward sloping of the demand curve with the help of the law of diminishing marginal utility that we have already studied. Downward sloping, അതായത് ചോദന വക്രത്തിൻ്റെ ഈ താഴോട്ടുള്ള ചെരിവ് സംഭവിക്കുന്നത് നമുക്ക് അപചയ ഉപയുക്തത സീമാന്ത സിദ്ധാന്തം അഥവാ നിയമം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാം. So the downward sloping of the demand curve can be explained with the help of law of diminishing marginal utility. So you know what does this law states? Law of diminishing marginal utility states that when we consume more of a commodity, then the marginal utility declines. Law of diminishing marginal utility അഥവാ അപചയ ഉപയുക്തത സീമാന്ത ഉപയുക്തത നിയമം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അതിന് എങ്ങനെയാണ്
അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. സപ്പോസ് number of units, then total utility, then marginal utility. Total utility യുടെയും marginal utility യുടെയും ഒരു imaginary values നമുക്ക് കൊടുക്കാം. So when the consumer consuming 4 units, സങ്കല്പിക്കുക 4 ഓറഞ്ചസ് ആണെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ the total utility 12, the marginal utility also 12. Second unit കഴിച്ചപ്പോൾ total utility 18 and marginal utility is 6. മൂന്നാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ 22 and you know the marginal utility will be 4. And again 24, the marginal utility becomes 2. So this is an imaginary schedule or table which shows the values of total utility and marginal utility when a consumer consumes 4 oranges. 4 oranges കഴിച്ചപ്പോൾ കൺസ്യൂമറിന് ലഭിച്ച ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. So ഇതിന് law of diminishing marginal utility നമുക്ക് മനസ്സിലാക്കാം. Law of diminishing marginal utility states that as we consume more and more units, ഒരു വസ്തു കൂടുതലായിട്ട് ഉപഭോക്താവ് കൺസ്യൂം ചെയ്യുമ്പോൾ the marginal utility is declining. സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരികയാണ്. So for total utility now, ഇപ്പോൾ നമ്മൾ total utility കൺസിഡർ ചെയ്യേണ്ട, we are dealing with the marginal utility or law of diminishing marginal utility. അപ്പം marginal utility എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുക. As we consume more and more units, that marginal utility declines. That is law of diminishing marginal utility. Okay. And see, ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 12 ആണ്. അഡീഷണൽ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റും കൂടി കൂടുതൽ, ഒരു ഓറഞ്ചും കൂടി കൂടുതൽ കഴിച്ചപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 6 ആയി. ഇപ്പൊ ശ്രദ്ധിക്കുക, ഉപഭോഗം ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടും തോറും മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. ഇതിന്റെ അർത്ഥം ഉപഭോഗം ചെയ്യുന്നതിൻ്റെ അളവ് കൂടും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആ കൂടുതലായിട്ട് ഉപഭോഗം ചെയ്യുന്ന അളവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കുറഞ്ഞു വരും. അതാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ സീമാന്ത ഉപയുക്തത അഥവാ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ 12 ആണെങ്കിൽ, രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ ആ രണ്ടാമത്തതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ 6 ആയിട്ട് കുറഞ്ഞു. മൂന്നാമത് ഒന്നും കൂടി കഴിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 4 ആയിട്ട് കുറഞ്ഞു. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, കൂടുതൽ ഉപഭോഗം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കുറഞ്ഞു വരുന്നുണ്ട്? സംതൃപ്തി ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ ഉപയുക്തത കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോൾ അഥവാ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി കുറയുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് ആ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റിക്ക് കൂടുതൽ വില കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. You know, the satisfaction is declining. നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി കുറയുന്നു എപ്പോൾ? കൂടുതൽ ആ വസ്തു ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ കൂടുതലായിട്ട് വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു. അപ്പോൾ സംതൃപ്തി കുറയുമ്പോൾ നമ്മൾ കൂടുതൽ വില കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. സാറ്റിസ്ഫാക്ഷൻ കുറയുന്ന സമയത്ത് നമ്മൾ അതിന് കൂടുതൽ വില കൊടുക്കാൻ ഒരു കൺസ്യൂമർ തയ്യാറാവില്ല, ഒരു ഉപഭോക്താവ് തയ്യാറാവില്ല. കൂടുതൽ വില എപ്പോഴാണ് ഒരു കൺസ്യൂമർ കൊടുക്കുക? കൂടുതൽ വില കൺസ്യൂമർ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒന്നാമത്തെ ഓറഞ്ചിന്
കൺസ്യൂമർക്ക് 12 യൂട്ടിൽസ് സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ യൂട്ടിലിറ്റി ലഭിക്കുന്നു. രണ്ടാമത്തേതിന് ഓൺലി 6 ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓറഞ്ചിന് കൺസ്യൂമർ ഒന്നാമത്തെ ഓറഞ്ചിന് കൊടുത്ത വില കൊടുക്കാൻ തയ്യാറാവില്ല. ബിക്കോസ് ഈ സാറ്റിസ്ഫാക്ഷൻ ഡിക്ലൈൻസ്. അപ്പോൾ നമുക്കത് ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു ഡിമാൻഡ് ഷെഡ്യൂൾ ഇവിടെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, സോ ഡിമാൻഡ് ഷെഡ്യൂൾ ഓഫ് ഓറഞ്ചസ്. ഡിമാൻഡ് ഷെഡ്യൂൾ നിങ്ങൾക്ക് അറിയാം, 2 കോളം. വൺ ഈസ് പ്രൈസ് ആൻഡ് അനദർ വൺ ഈസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ ക്വാണ്ടിറ്റി അളവ് 4 ഓറഞ്ചസ് ആണ്. അതായത് 1, 2, 3 and 4. Okay, then you see, suppose consumer ഒന്നാമത്തെ യൂണിറ്റിന് നമ്പർ ഓഫ് യൂണിറ്റ് 1, ഇവിടെ ആ ക്വാണ്ടിറ്റി 1 ആണ്. നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ യൂട്ടിലിറ്റി കൂടി ശ്രദ്ധിക്കണം. ഈ 1-ൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. 2-നേക്കാട്ടിലും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ 1-ൽ നിന്ന് കിട്ടുന്നത്. സോ he is willing to pay more for this first unit than he is prepared to pay for the second unit. ഒന്നാമത്തെ ഓറഞ്ചിന് രണ്ടാമത്തെ ഓറഞ്ചിന് കൊടുക്കുന്ന വിലയെക്കാട്ടിലും കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ്. അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. 12 കിട്ടുന്നുണ്ട്. സപ്പോസ് ദ കൺസ്യൂമർ പേസ് 20 rupees 20. ഒരു assumption ആണ്. rupees 20 for this one orange, or you can use this as kilogram. Okay, for 1 kilogram quantity ഇവിടെ കിലോഗ്രാമിൽ കാണിക്കുകയാണെങ്കിൽ for 1 kilogram he is prepared to pay 20 rupees. Take the second unit. രണ്ടാമത്തെ യൂണിറ്റ് നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ ക്വാണ്ടിറ്റി അതായത് 2 kilogram കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ യൂട്ടിലിറ്റി ഓൺലി 6 ആണ്. അപ്പോൾ കൺസ്യൂമർ കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ 6 യൂട്ടിൽസ് ആണ്. 1 kilogram ഉപയോഗിച്ചപ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനുകളും കുറഞ്ഞതാണ്. സോ ഇദ്ദേഹം കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാവില്ല. അദ്ദേഹം 15 രൂപ മാത്രമേ കൊടുക്കാൻ തയ്യാറാവുന്നുള്ളൂ പ്രൈസ്. ആൻഡ് സി, മൂന്നാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ 3 kilogram ഉപഭോഗം ചെയ്യുമ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നുണ്ട്, 4 ആണ്. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിലയും കുറയുക. യു ഓൺലി willing to pay 10. And take the case 4. നാലാമത്തെ യൂണിറ്റിൽ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം, ഫോർത്ത് യൂണിറ്റ് കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ഓൺലി 2 യൂട്ടിൽസ്, അതായത് സാറ്റിസ്ഫാക്ഷൻ സീമാന്ത വിഭക്തത വളരെ കുറവാണ്. അപ്പോൾ എന്താ, കൺസ്യൂമർ വളരെ കുറഞ്ഞ വില കൊടുക്കാനേ തയ്യാറാവുള്ളൂ. 5. See the demand schedule. As we consume more and more, കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമർ വില കൊടുക്കാൻ പ്രിപ്പയർ ആവുന്നത്, ബില്ലിംഗ് ആവുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ വിലകൾ കൊടുക്കാൻ മാത്രമേ തയ്യാറാവുകയുള്ളൂ. ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കൂടുതൽ വസ്തുക്കൾ വാങ്ങുമ്പോൾ കുറഞ്ഞ വില കൊടുക്കാൻ കൺസ്യൂമർ തയ്യാറാവാനുള്ള കാരണം അത് മാർജിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 12 ആണ്. അതുകൊണ്ട് കൂടുതൽ വില കൊടുക്കാൻ തയ്യാറായി. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 6 ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ യൂണിറ്റിന് കൊടുത്ത വില കൊടുക്കാൻ കൺസ്യൂമർ തയ്യാറല്ല. സോ ഈ reduces, he is prepared to pay only 15 rupees. മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 4 ആയതുകൊണ്ട് രണ്ടാമത്തെ യൂണിറ്റിന് കൊടുത്ത അത്രയും വില കൊടുക്കാൻ കൺസ്യൂമർ തയ്യാറല്ല. he is prepared to pay only 10 rupees. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്. സോ this is a demand schedule.
ഈ ഡിമാൻഡ് ഷെഡ്യൂൾ ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് പ്രൈസ് ഫാൾസ്, വില കുറയുമ്പോൾ കൺസ്യൂമർ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. 20 രൂപയായപ്പോൾ 1 കിലോഗ്രാം, 15 രൂപയായപ്പോൾ ഇൻക്രീസസ് ഇസ് ഡിമാൻഡ് ടു 2 കിലോഗ്രാം, 10 രൂപയായപ്പോൾ 3 കിലോഗ്രാം, 5 രൂപയായപ്പോൾ 4 കിലോഗ്രാം. സോ ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തു. നമുക്ക് ഈ ടേബിൾ വെച്ചിട്ട് ഒരു ഡിമാൻഡ് കർവ് വരച്ചു നോക്കിയാൽ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്നെസ് നമുക്ക് മനസ്സിലാവും. സോ x-axis and y-axis, and you see here it is price and here it is quantity demanded. Price 5, 10, 15 and 20. Quantity demanded 1, 2, 3 and 4. The first column price 21. When price is rupees 20, quantity demanded is 1. When price is 15, quantity demanded is 2. ഇവിടെ പ്ലോട്ട് ചെയ്യാം ഓരോന്നും. When price is 10, quantity demanded is 3. When price is 5, quantity demanded is 4. So you will get a downward sloping. റഫായിട്ട് വരച്ചതാണ്. നിങ്ങൾ ഈ ടേബിളിൽ നിന്ന് കൃത്യമായിട്ട് ഒരു ഡിമാൻഡ് കർവ് വരച്ചു കഴിഞ്ഞാൽ you will get a downward sloping demand curve. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിൽ ഇങ്ങനെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരാൻ കാരണം? എന്തുകൊണ്ടാണ് ഇത് താഴോട്ട് ചെരിഞ്ഞിറങ്ങുന്നത്? അതാണ് നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ കൺക്ലൂഡ് ചെയ്യാണ്, ദ ഡിമാൻഡ് കർവ് ആസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് or demand curve, it slopes downwards from left to right. This can be explained with the help of law of diminishing marginal utility. Law of diminishing marginal utility ഉപയോഗിച്ച് നമുക്കത് വിശദീകരിക്കാം. എങ്ങനെയാണ്? ആസ് വി കൺസ്യൂം മോർ, നമ്മൾ കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ, ഒരു വസ്തു കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന്, ആ കൺസംഷനിൽ നിന്ന്, ഉപഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, or here we can say marginal utility കുറവായിരിക്കും. Marginal utility will decline. That is law of diminishing marginal utility. So അങ്ങനെ marginal utility decline ചെയ്യുമ്പോൾ ഒരു ഉപഭോക്താവ് കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാവില്ല ആ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റിക്ക്. വസ്തുവിൻ്റെ അതായത് മനസ്സിലാക്കേണ്ടത്, മാർജിനൽ യൂട്ടിലിറ്റി കുറയുമ്പോൾ ആ അളവിന് സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണല്ലോ. അതുകൊണ്ട് കൺസ്യൂമർ ഒരിക്കലും കൂടുതൽ പണം ആ അളവിന് നൽകാൻ തയ്യാറാവില്ല. ഓക്കെ, സോ ഉപഭോഗം ചെയ്യുന്നതിൻ്റെ അളവ് കൂടുമ്പോൾ സംതൃപ്തി കുറയുന്നു. അപ്പോൾ കൺസ്യൂമർ കൂടുതൽ വില നൽകാൻ, കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാവുകയില്ല. കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത് എപ്പോഴായിരിക്കും? കുറഞ്ഞ അളവിൽ പർച്ചേസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിമാൻഡ് ഷെഡ്യൂൾ വരുന്നത്. ക്വാണ്ടിറ്റി ഒരു 1 കിലോഗ്രാം ആവുമ്പോൾ ഈ ദ കൺസ്യൂമർ വില്ലിംഗ് ടു പേ മോർ. പക്ഷേ 2 കിലോഗ്രാം വാങ്ങുമ്പോൾ കൺസ്യൂമർ ഈസ് നോട്ട് വില്ലിംഗ് ടു പേ മോർ. ഈ റെഡ്യൂസസ് ഹിസ് പ്രൈസ്, വില അവിടെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, കൂടുതൽ വരുമ്പോൾ കുറഞ്ഞ വില, കൂടുതൽ വരുമ്പോൾ കുറഞ്ഞ വില കൊടുക്കാൻ തയ്യാറാവുന്നതിൻ്റെ കാരണം മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നതുകൊണ്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിനെ, ഈ ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രധാനപ്പെട്ട റീസൺ മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ
കുറയുന്നതിനാലാണ് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക്, കൂടുതൽ വാങ്ങുന്ന വസ്തുവിൻ്റെ അളവിന് കൂടുതൽ വില കൊടുക്കാത്തത്, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നത്. So that is all about the reason behind the downward sloping of the demand curve. Okay, that is the conclusion of this class. Next class in നമ്മൾ ordinal utility analysis. You know, there are two utility analysis are two types. One is cardinal utility analysis. Cardinal utility analysis ഇവിടെ അവസാനിക്കുകയാണ്. Cardinal utility analysis ആണ് നമ്മൾ total utility, marginal utility, അതായത് മെഷറബിൾ ചെയ്യാൻ, നമുക്ക് ഉപയുക്തത അളക്കാൻ കഴിയുമെന്ന സിദ്ധാന്തമാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതിൽ ഉൾപ്പെട്ടതാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, നമ്മളിവിടെ ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ.